ഹൈബ്രിഡ് വാഹനങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ടൊയോട്ടയുടെ ക്യാമറിയാണ്. അപ്പോൾ ക്യാമറി നിങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്യാമറി അല്ല ഏതൊരു ഹൈബ്രിഡ് വാഹനങ്ങളും സർവീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാറുണ്ട്, അതേമാതിരി തന്നെ AC ഫിൽട്ടർ ക്ലീൻ ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫിൽറ്ററും കൂടിയുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ എന്തൊക്കെ ബെനിഫിറ്റാണ് ഹൈബ്രിഡ് വാഹനങ്ങൾക്കുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അതേമാതിരി തന്നെ ഈ ഒരു വാഹനം ഹൈബ്രിഡ് വാഹനങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റിലേറ്റഡ് ആക്സിഡൻറ്റ് വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ വാഹനത്തിൻ്റെ ഹൈബ്രിഡ് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം. അത് എവിടെ നിന്നാണ് ഡിസ്കണക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ AC ഫിൽറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ ഇതിൻ്റെ അടിയിലത്തെ ഈ കവറും കാര്യങ്ങളൊക്കെ ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് AC ഫിൽറ്റർ അഴിക്കാൻ സാധിക്കും. അതേമാതിരി തന്നെയുള്ള ഒരു ഫിൽറ്ററാണ് ഈ ഹൈബ്രിഡ് ബാറ്ററിയുടെ ഒരു ഫിൽറ്റർ. അത് നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ വരുന്നത് ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്തായിട്ടൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ നിങ്ങൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം എല്ലാ സർവീസും. ഇത് ഊരിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വലിക്കുക. അപ്പോൾ അതേമാതിരി തന്നെ ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ വലിച്ച് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കവറോട് കൂടി തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും പ്രഷർ അടിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയലിൻ്റെ അകത്തുള്ള പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് കൂടി ബ്ലോക്കായി പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡ് ബാറ്ററിയുടെ ഹീറ്റ് ആവുന്ന ഒരു DTCയും വാർണിംഗും വരുന്നതാണ്. അതുകൊണ്ട് വാഹനത്തിൻ്റെ എല്ലാ സർവീസിലും ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. അതേമാതിരി തന്നെ നിങ്ങൾ എന്തെങ്കിലും റിലേറ്റഡ് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലഗ് കണ്ടല്ലോ, ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈബ്രിഡ് ബാറ്ററിയുടെ കംപ്ലീറ്റ് ഡിസ്കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതേമാതിരി ഇതിൻ്റെ അകത്തൊരു ബ്ലോവർ മോട്ടറും വരുന്നുണ്ട്. അപ്പോൾ ഈ മോട്ടറും കോമൺ ആയിട്ടൊരു കംപ്ലയിൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.